ഒരു ഉഗ്രൻ താരം കയറി വരികയാണ്. നല്ല കൈ കൊടുക്കുക. അയാളെ ചിരിത്തനുണ്ട്. എന്തോ ഒരു പോയിന്റ് കുറവോ എന്തോ ഒരു സാധനം പോലെ തോന്നുന്നുണ്ട്. ശരി, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ മകൻ? പക്ഷേ ഓൻ പാവാണ് കണ്ടപ്പോ തന്നെ തോന്നിയാ. ഓന്റെ ഒരച്ഛൻ നാളെ മരിച്ചിരിക്കണ്. ഒരച്ഛനോ? അല്ല ഓന്റെ ആരോ അല്ല ഓന മരിച്ചത് നാളെ ഒരു ദിവസം. എടോ അയാൾ പ്രായതല്ല, അയാൾ പെർഫോം ചെയ്ത് പോയതാണ്. അനക്കിന്നെ അറിയോ? അറിയല്ലേ, അത് പരിചയപ്പെടാം. പേരെന്താണ്? എന്റെ പേര് റാഫി. എന്താ പാട്ടൊക്കെ പാടുന്ന ആളാ? അത് മുഹമ്മദ് റാഫി അല്ല, ഇത് ഇടവേള റാഫി. ഇടവേള റാഫിയോ? ഇടവേളൊക്കെ മാറ്റിക്കാൻ കേട്ടോ. എന്തേ? മറ്റേ നമ്മളെ വിനായകന്റെ ഫാൻസ് വന്ന് പൊങ്കാലോടെ പോനെ. വെറും റാഫി മതി, പണി കിട്ടും. അപ്പൊ റാഫി ശരിക്കും എന്താണ്? റാഫിന്റെ വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ ആരുമില്ല. വീട്ടില് വാപ്പ 10 വയസ്സിൽ മരിച്ചിക്കണ്. ബാപ്പ 10 വയസ്സിൽ മരിച്ചിക്കണ്. ബാപ്പ 10 വയസ്സ് മരിച്ചാൽ ഇവനെങ്ങനെ? അപ്പൊ നീ എങ്ങനെ ഉണ്ടായി? അത് വലിയൊരു ചോദ്യമാണ്. അമ്മാണ്ട് എന്നും ചോദിക്കലുണ്ട് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ പ്രളയത്തില് ചണ്ടി ഇതൊക്കെ വന്നില്ലേ, ചരക്കും വന്നില്ലേ? അതിൽ ഇതാണ് ഈ അല്ല, ഈ ചണ്ടിയാണ്, വെറും ചണ്ടി. ഞാൻ ചരക്കാണ്. കണ്ടപ്പോ തന്നെ ചരക്കല്ല. താനിപ്പോ എന്താണ് പെർഫോം ചെയ്യാ? എന്താ പെർഫോം ചെയ്യാ? മറ്റേ മകസ് മിമിക്രി കാട്ടിയല്ലേ പോയത്. ഞാന് മറ്റേ പഠിപ്പിക്കുന്ന ആളാണ്. മറ്റതൊന്നും ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. എന്താണ്? പാട്ട് പാടുന്ന ആളാണ്. പാട്ട് പാടാ. എന്നാ പാട്ട് പാട്ട്. ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്ന ആളാണ്. ആര്? ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന ആള്. ശാസ്ത്രീയ സംഗീതം, ക്ലാസിക്കൽ. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആളാണ്. പഠിക്കും. ഒരു ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചരാ. പഠിപ്പിക്കും. എന്താണ് ഇത് പറഞ്ഞത്? ഇതാണ് ശാസ്ത്രീയ സംഗീതം. പറഞ്ഞ മനസ്സിലായ? എന്ത് ശാസ്ത്രീയ സംഗീതം? പറഞ്ഞ മനസ്സിലായ? എന്താണ് വാതാന്ന് മനസ്സിലായ? മറ്റേ വാ താ പി, പഴയ കോമഡി അതാണോ? എന്താണ്? അല്ല, എങ്ങനെയാണ്? വാ എന്ന് പറഞ്ഞ പെരിയ പയ്യ തന്നെയാണ്. താ എന്ന് പറഞ്ഞ തെരിയ. പക്ഷെ എനിക്ക് പി മനസ്സിലായിക്കോ? പി മനസ്സിലായില്ല. പി എന്താണ്? പി എന്ന് പറഞ്ഞ പുളിക്കപ്പറമ്പിൽ ഗണപതി. പി ഗണപതി വേറെ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടോ? പിന്നെ ഞാൻ പറയാ കഴിഞ്ഞ എനിക്ക് ഈ ലാപ്പിളിപ്പിന് തോണ്ടി പാടാൻ അറിയോ? എന്ത് ലാപ്പിളിപ്പില്ല? കറുത്തിട്ട് ചുണ്ട് കറുത്തിട്ടില്ല, മരുന്നിട്ട് ചങ്ങായില്ല, ചുണ്ട് ഇങ്ങനെ പറയുന്ന ചങ്ങായില്ലാട്. മറ്റേ നാദസ്വരം വായിക്കണ ചുണ്ട് പോലത്തെ ജാസി ഗിഫ്റ്റ്. എല്ലാം ഓന്റെ സൗണ്ടിൽ എനിക്ക് പാടാൻ അറിയാം. എനിക്കറിയില്ല. എനിക്ക് സൗണ്ടോ? അതെങ്ങനെ? എന്തൊരു ചുണ്ടിങ്ങനെ എന്റെ സൗസറിട്ട് ഞാൻ എന്തെങ്കിലും കട്ടിച്ചെന്ത് അങ്ങനെ നൊടിയാൻ നിൽക്കണം. രണ്ട് പണി എടുത്താൽ പോരെ? ഇത് ചെറുക്കാട് ചലിച്ചാൽ ഇങ്ങനെ കൊണ്ടുകൊണ്ടാന്ന് പറഞ്ഞാൽ. ശരി ശരി. അപ്പൊ ജാസി ഗിഫ്റ്റിന്റെ സൗണ്ട് എനിക്ക് ആയിക്കോട്ടെ. അപ്പൊ റാഫി നമുക്ക് ജാസി ഗിഫ്റ്റിന്റെ സൗണ്ട് എനിക്ക് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് ഒന്ന് കൈയടിക്കാൻ ഉഷാറായിട്ട്. ഒരു കാര്യം ചെയ്യും. എന്റെ പേരെന്താ? എന്റെ പേരെന്താണ്? സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ. കാര്യം ചെയ്യാ. അന്നക്കളിച്ചെന്തിന് വർണ്ണക്കല വേറി വന്നു. ആ പാട്ട് പഠിക്കാം. ഞാൻ പാടാം. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കല വേറി വന്നു. അതെന്റെ സ്വന്തം ഒച്ചയിൽ പാടിയല്ലേ. നീ ജാപ്പിളിപ്പിന്റെ ഒച്ച എങ്ങനെ പറഞ്ഞറിയോ? എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യും. തൊള്ളേ കൈയിട്. ഇന്റെ തൊള്ളയല്ല കോയി, പണ്ട് തൊള്ള കയ്യിൽ ഒന്ന് വലിച്ചു പിടിച്ചാക്ക്. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കല വേറി വന്നു. ഒന്ന് സാധനം വന്നില്ല. ശരി ശരി. അടുത്തെന്താ? അടുത്ത് ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ഐറ്റം എന്നറിയോ? നമ്മള് മലബാറിന്റെ കലാരം ദപ്പുമുട്ട്. ദപ്പുമുട്ട് എങ്ങനെ മുട്ടല്? ദഫ്മുട്ട് എങ്ങനെ മുട്ട? എനിക്കറിയില്ല. അറിയില്ല. നമ്മള് ചുണ്ടുമ്പല എന്തിലായ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ തുടയ്ക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ തുപ്പും. എങ്ങനെ തുപ്പും? എന്റെ മുഖത്തൊക്കെ പണ്ടാറക്കാലം തുപ്പടേ. തുപ്പിക്കളാണ് തുപ്പി. അങ്ങനെ തുപ്പിക്ക. ഒരു 3 വട്ടം ഒപ്പം തുപ്പിക്ക. ദപ്പിട്ടാൻ പഠിച്ചു. ആയിക്കോട്ടെ, എന്നെ പഠിപ്പിച്ച ഒരു കയ്യടി കൊടുക്കാം. ഇനി ഒരു കാര്യം ചെയ്യാം. ഞാനിങ്ങനെ നിൽക്കാതെ പാടും, ഇങ്ങനെ തുപ്പുക. 3 തവണ തുപ്പുക. 3 തവണ തുപ്പുക. 3 6 ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക. ഓക്കെ, എന്നാ പിടിച്ചോ. തിന്നതായിത്തെ നന്ദസാക്കിനതു മതി. ഞാൻ ഇതൊന്നും ഇങ്ങനെ പിഴിഞ്ഞാളെ കുറെ ഒരു കുടം വെള്ളം കേട്ടു. പിന്നെ ഓൻ തനി മോന്റെ വേർവെള്ളം ചെറിയൊരു വേർ കൊണ്ട് ഞാൻ പോട്ടെന്നാല് പോണ്. അപ്പൊ നീ പോയിട്ട് എന്താ പരിപാടി? ഇനി പോയിട്ട് ഇനി വല്ല ഇന്നിവിടെ ഒറ്റക്കും മറ്റന്നാ എറണാകുളത്ത് ഇന്റർവ്യൂ പോകണം. ഇന്ന സമയത്തിന് പോകണം. ഇന്റർവ്യൂവിന് പോകണം. ഇന്റർവ്യൂവിന് പോകണം. ഒരു ഇന്റർവ്യൂവിന് പോകണം. എന്തായാലും ഓഡിഷൻ പക്കയാണ്. പുള്ളിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് കൈയടിക്കാൻ ഉഷാറായിട്ട്. എന്റെ വിസിറ്റിംഗ് കാർഡാണ്. അതിൽ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ ചാനലിലേക്ക് അതിൽ വാട്സാപ്പ് നമ്പർ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി.
സത്യം സിനിമയല്ല ചാനലൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാ വരണ്ടേ വന്നാൽ മതി, അതിൽ വിളിച്ചാൽ മതി. എന്തായാലും നമ്മുടെ റാഫി അടിച്ച് പൊളിച്ചു. എന്തായാലും അടുത്ത പെർഫോമർ വന്നിട്ടുണ്ട്, കാതികനാണെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, പെർഫോമർ അല്ല, ഞാൻ നിങ്ങളോടൊരു നന്ദി പറയാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ ഈ നാട്ടിലെ അത്യാവശ്യം നല്ലൊരു കലാകാരനാണ് റാഫി. ഇപ്പൊ പോയ റാഫി. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു അവസരം കൊടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും നിങ്ങൾ വിസിറ്റ് കാർഡ് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ശരിക്കും കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. എന്തായാലും ഞാൻ ചോദിച്ചോട്ടെ, ഈ കറക്റ്റ് അഡ്രസ് ആണോ നിങ്ങൾ കൊടുത്തത്? അത് കറക്റ്റ് അഡ്രസ് അല്ലത്, പിന്നെ വിസിറ്റിംഗ് കാർഡും അല്ലത്. പിന്നെ ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന ട്രെയിൻ ടിക്കറ്റാ. അതിനൊക്കെ നമ്മുടെ ചാനലിലേക്ക് വിളിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നാട്ടരങ്ങ് പ്രോഗ്രാമുമായിട്ട് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. തിരൂരിലുള്ള ഒരുപാട് കലാകാരന്മാർ ഇവിടെ ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കൈയടിച്ച്, എല്ലാവരും കൈയടിച്ച്, ഉഷാറായിട്ട് കൈയടിച്ച്. ഓക്കെ, വെരി ഗുഡ്. ഇഷ്ടം പോലെ കലാകാരന്മാർ ഇപ്പോൾ നമ്മുടെ ചാനലിലേക്കുള്ള ഒരു ഓഡിഷൻ കൂടിയാണിത്. അപ്പോൾ എന്തായാലും കലാകാരന്മാർ എത്തിയിട്ടുണ്ട്. ഒരു അസൽ കലാകാരൻ എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താണ്? എൻ്റെ പേര് മഹേഷ്. മഹേഷ് എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് പാടില്ല. പുള്ളി പാട്ട് പാടില്ല. പിന്നെ നാടകം കളിക്കാൻ പറ്റുമോ? നാടകം ഏത് നാടകം കളിക്കൂല? ഇല്ല, നാടകം കളിക്കില്ല. നാടകം കളിക്കില്ല. പിന്നെ എന്താ ചെയ്യല്? ഞാന് മറ്റേ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്, മിമിക്രി. നന്നായിട്ട് ക്ലാസ് ചെയ്യാം. പുള്ളി മിമിക്രി ചെയ്യും. ഓക്കെ, നമുക്ക് മിമിക്രി. എന്താണ് മിമിക്രി? ഞാന് ഭയങ്കര ശബ്ദം ആൾക്കാരൊക്കെ പറയേ. ആൾക്കാർ പലതും പറയും. ഇവിടെ എന്താ ചെയ്യുന്നത്? അതെ, ഞാൻ പല വെറൈറ്റി ശബ്ദങ്ങളൊക്കെ ചെയ്യും. വെറൈറ്റി ശബ്ദങ്ങൾ. ഇദ്ദേഹം വെറൈറ്റി ശബ്ദങ്ങൾ ചെയ്യും. അത് കേൾക്കാം. ആദ്യമായിട്ട് നമ്മുടെ ആലുവായിട്ടോ? ആലുവല്ല, എറണാകുളം. ആദ്യമായിട്ട് തീവണ്ടിയുടെ ശബ്ദം ചെയ്യും. ഓക്കെ, ട്രെയിനിന്റെ സൗണ്ട് ചെയ്യാൻ പോകുന്നു. ആ തീവണ്ടി അല്ല, പഴയകാല കൽക്കരി തീവണ്ടി. കൽക്കരി തീവണ്ടി. പഴയ കാലത്ത് നന്നായിട്ടൊന്ന് കൈയടിക്കാൻ പ്രോത്സാഹനം കൊടുക്കുക. ഓക്കെ, കൽക്കരി തീവണ്ടി. ഓക്കെ, ചെയ്തോട്ടെ. ചെയ്തോ. വെരി ഗുഡ്. എന്റെ നിറം കണ്ട എല്ലാരും പറയും ഒത്ര പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞാൻ അടുത്തായത് ഈ തീവണ്ടി തന്നെ നമ്മൾ ഷൊർണൂർ എറണാകുളത്തൊക്കെ ട്രാക്ക് മാറൂലേ, പാളം മാറും. അതിന് വ്യത്യാസം. അടുത്തായി നമ്മുടെ ഈ കുട്ടികൾ വരുത്തി വിടുന്ന ടോയ്സ് കാർ ഇല്ല, ടോയ്സ് കാർ, ഈ ചൈനീസ് കാർ എന്നൊക്കെ പറയും. അതേ ശബ്ദം. അടുത്തായി നമ്മുടെ പശുവിനെ കറക്കുന്ന ശബ്ദം ചെയ്യും. ഇത്രയല്ല, പക്ഷെ വളരെ പിശുക്കുള്ള ആള് പശുവിനെ കറക്കുന്നത് ഇങ്ങനെയല്ല. വെറൈറ്റി. ഒരു പിശുക്കുള്ള ആള് പശുവിനെ കറക്കുന്ന ശബ്ദം. ശരിക്കും എന്താ പണി? പശുവിനെ കറക്കലാണോ? എന്റെ അമ്മക്ക് അതാ പണി. പാരമ്പര്യം. അടുത്തത് നമ്മുടെ ഈ വീട്ടിലൊക്കെ കുട്ടികൾ റേഡിയോ സ്റ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കില്ലേ? റേഡിയോ സ്റ്റേഷൻ മാറ്റി കളിക്കുമ്പോൾ അപ്പോൾ ഒരു പുതിയ വ്യത്യസ്തമായ പരിപാടി കേൾക്കാം. അതായത് ഒരു സ്റ്റേഷനിൽ ഒരു പരിപാടി, ഒരു സ്റ്റേഷനിൽ വേറെ പരിപാടി. ഒരു സ്റ്റേഷനിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ വേറെ സ്റ്റേഷനിൽ. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ടും മാറി കളിക്കുമ്പോൾ വ്യത്യസ്തമായ ശബ്ദം. അതായത് ഒരു സ്റ്റേഷനിൽ പെൺകുട്ടികളും സൗന്ദര്യ സങ്കല്പം എന്നുള്ള പരിപാടി, മറ്റേ സ്റ്റേഷനിൽ പട്ടിക്കുഞ്ഞുങ്ങൾ എങ്ങനെ നന്നായി പരിപാലിക്കുക എന്നുള്ള പരിപാടി. അപ്പൊ ശ്രദ്ധിക്കാം. നമസ്കാരം, പെൺകുട്ടികളും സൗന്ദര്യ സങ്കല്പവും. നമസ്കാരം, പട്ടിക്കുഞ്ഞുങ്ങളെങ്ങനെ നന്നായി വളർത്താം. പെൺകുട്ടികളെ പൊതുവെ 2 വിഭാഗത്തിൽ പെടുത്തുന്നു. മുടി മുറിച്ച പെൺകുട്ടികളെ ഡോബർമാൻ വിഭാഗത്തിലാണ് പെടുത്താറ്. മുടി നീട്ടിവളർത്ത പെൺകുട്ടികളെ അൽസേഷൻ വിഭാഗത്തിൽ പെടുത്തുന്നു. നന്നായി സംസാരിക്കുന്ന പെൺകുട്ടികളെ കൊടിച്ചി പട്ടികൾ അല്ലെങ്കിൽ ചെത്തല പട്ടികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മെലിഞ്ഞുണങ്ങിയ പെൺകുട്ടികൾക്ക് ബിസ്ക്കറ്റും പാലും നന്നായി കൊടുക്കുക. എത്ര അച്ചടക്കത്തിൽ നടക്കുന്ന പെൺകുട്ടികളും
കന്നിമാസത്തിൽ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. 15 വയസ്സിന് ശേഷം വീട് വിട്ടു പോകുന്ന പെൺകുട്ടികൾ ഒറ്റ പ്രസവത്തിൽ തന്നെ 10ഉം 12ഉം കുഞ്ഞുങ്ങളെ തരാൻ സാധ്യതയുണ്ട്. ചുണ്ടിൽ ലിപ്സ്റ്റിക്കും കൈവിരൽ നഖവും നീട്ടുവരുത്തിയ പെൺകുട്ടികൾക്ക് പേയിളകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതുവരെ നിങ്ങൾ കേട്ടത് പെൺകുട്ടികൾ എങ്ങനെ നല്ല ഇനം പട്ടികളാക്കാം എന്ന പരിപാടിയാണ്. അടുത്തതൊന്നും ഞാൻ വേറെ എന്തൊരു ചാൻസ് ഉണ്ട് നമുക്ക്? വേറെ ഒന്നുമില്ല. സിനിമയിൽ അഭിനയിക്കാനൊന്നും പോരാ. പിന്നെ വെറുതെ മിമിക്രി റേഡിയോ സ്റ്റേഷൻ മാറ്റിയോണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയോണ്ടോ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടില്ല. സിനിമയിൽ അഭിനയിക്കാൻ സിനിമയിലായിട്ടുള്ള എന്തെങ്കിലും കഴിവ് വേണം. ഇപ്പൊ ഒന്നുകിൽ അഭിനയിക്കാനുള്ള കഴിവ് വേണം. അഭിനയിക്കാൻ അഭിനയിക്കൂല. അല്ല, ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. അഭിനയിപ്പിച്ചെടുക്കാം, പക്ഷെ അഭിനയിക്കാനുള്ള ഒരു ഇതല്ല. നിങ്ങൾ കാണുമ്പോൾ അതിനകത്തൊരു കിട്ടില്ല. നമുക്ക് ഏകദേശം ക്യാമറ ഫിഗറും അങ്ങനെ നോക്കുമ്പോൾ അറിയാലോ. എല്ലായിടത്തും പോയിട്ടു ഇങ്ങനെ തന്നെ അതൊക്കെ റെഡിയാവും. ഒരു കാര്യം ചെയ്യും, വേറെ രീതിയിൽ വരാലോ. ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാട്ട് പാടില്ല പറഞ്ഞ പോലെ ആർട്ട് ഡയറക്ഷൻ ചെയ്യും. ആർട്ടല്ലേ? പിന്നെ ചെയ്യും. ആർട്ട് ചെയ്യൂല. പിന്നെ ഇപ്പൊ ആ സെക്ഷനിൽ ഏതാണ്? പിന്നെ ക്യാമറ ചെയ്യൂല, അത് ചെയ്യൂല, പിന്നെ ഒന്നും ചെയ്യൂല. മറ്റേ എന്തെങ്കിലും വരച്ച് എന്തെങ്കിലും ഒരു സംഭവങ്ങളായിട്ട് വരാണെങ്കിൽ മേക്കപ്പ് ചെയ്യോ? മേക്കപ്പ് അല്ലേ? അതായത് ഇങ്ങനെ എല്ലാ സാധനവും ചെയ്യില്ല. അതൊന്നുമില്ല. പിന്നെ ഇപ്പൊ ക്യാമറ ചെയ്യൂല, മേക്കപ്പ് ചെയ്യൂല, എഡിറ്റിംഗ് ചെയ്യും. അതായത് കമ്പ്യൂട്ടറിൽ ഇട്ടില്ല. അത് എനിക്ക് തീരെ പറ്റില്ല. അപ്പൊ ക്യാമറ ചെയ്യൂല, എഡിറ്റിംഗ് ചെയ്യൂല, ആർട്ട് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇതൊന്നും അറിയാത്തവർക്കുള്ള പണിയുണ്ട്. ഈ പടം ചെയ്യാൻ പോണത് സംവിധായകനാണ്. സംവിധാനം എന്ന് പറഞ്ഞൊരു പണിയുണ്ട്. ഇതൊന്നും അറിയാത്തവർക്കുള്ള പണി. അത് ഞാനാ ചെയ്യുന്നത്. വിട്ടോ ഓടാ, പണി ഉണ്ടാക്കാൻ വന്ന നാട്ടുകാരെ. നല്ല പെർഫോമൻസ് ആണ്. നമ്മൾ പറയല്ലാതെ വേറെ നിവൃത്തിയില്ല. നല്ല കൈയ്യടി കൊടുക്കാം. നമ്മുടെ മഹേഷ് പൊളിച്ചടിക്കട്ടാ പോയത്. അപ്പൊ അതുപോലെ തന്നെ മഹേഷിനെ കടത്തി വെട്ടാൻ വേണ്ടി നമ്മുടെ ചാനലിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി